EMS സ്മൃതി ദേശീയ സെമിനാറിന് തൃശൂരിൽ തുടക്കമായി. കേരളത്തിൽ സാംസ്കാരിക നെടുനായകത്വം വഹിച്ച ഇടതുപക്ഷത്തിന് ശോഷണവും വിള്ളലും വീണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന തീവ്ര വലതുവൽക്കരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളോടെ BJP കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അധികാരം കൈയാളി RSS തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ഉപകരണമായി സർക്കാർ സംവിധാനങ്ങളെ മാറ്റുന്നു. RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രത്യയശാസ്ത്ര സമരം വേണം, രാഷ്ട്രീയ പോരാട്ടം വേണം, സംഘടനാപരമായ പ്രവർത്തനം പ്രസക്തമാണ്, സാംസ്കാരികമായ പ്രവർത്തനവും സാംസ്കാരികമായ പോരാട്ടവും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ രാജ്യം മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള അത് ഫലത്തിൽ മനുവാദ രാഷ്ട്രമാണ്. പുറമേ വരുന്നെല്ലാം വർണ്ണ ഉടയാടകൾ അണിയിച്ച് ഈ കാലത്തിന് പറ്റിയ വിധത്തിലുള്ള ഒരു മനുവാദ പദ്ധതിയാണ് ഹിന്ദു രാഷ്ട്രവാദം. അതിനെതിരായ പോരാട്ടത്തിൽ സാംസ്കാരിക രംഗത്തെ പോരാട്ടത്തിനും വളരെ വലിയ പ്രാധാന്യം. ഇടതുപക്ഷത്തിന്റെ അശ്രദ്ധയും ജാഗ്രതക്കുറവും ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ RSS നയിക്കുന്ന BJP അധികാരത്തിലെത്താൻ ഒരു കാരണമായി. SIR ഗൗരവമായി കാണണം. മതവിമർശനമുള്ളവരാണ്, മതനിഷേധികളല്ല കമ്മ്യൂണിസ്റ്റുകാർ. സംസ്കാരത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും മാത്രമേ ഇന്ന് നേരിടുന്ന വലതുപക്ഷ ഭീഷണികളെ മറികടക്കാനാകൂവെന്നും തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിലും അർത്ഥവത്തായ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവ്യക്തത വരുത്തിയ നേതാവാണ് EMS എന്നും വർത്തമാനകാലത്തും അദ്ദേഹത്തിന്റെ ആശയവ്യക്തത പ്രസക്തമാണെന്നും അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ കൂടിയായ K രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെമിനാറിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, ഡോക്ടർ R ബിന്ദു, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംഘാടക സമിതി കൺവീനർ C ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാർ ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ.